Good morning. Good morning. അപ്പോൾ ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് റെഡി ആയിട്ട്, രാവിലെ എന്ന് പറയാൻ പറ്റില്ല, കണ്ട രാവിലെ ആണെങ്കിലും ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. ഇന്ന് പതുക്കെയാണ് എൻ്റെത് റിലാക്സ്ഡ് ആയിട്ട്. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു 1-1:30 ആയിട്ടുണ്ടായിരുന്നു. ബ്രെഡും ബട്ടറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ തന്നെ കഴിച്ച് കുളിച്ച് തിക്കും തിരക്കൊന്നും കൂട്ടാതെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ നിയർലി 12 മണിയായി. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതും നമ്മൾ നേരെ സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തി. ലാസ്റ്റ് ടൈം ലിവർപൂളിൽ വന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പരിസരമൊക്കെ തന്നെയായിരുന്നു അതിൽ. എന്തോ എനിക്ക് ഈ സിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു ഹാപ്പനിങ് സിറ്റിയാണ്. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് സൂപ്പർ. ഇന്നലെ ഫ്രൈഡേ ആയിരുന്നല്ലോ, ഇന്നലെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടി. ഫുള്ള് പബ്സും ഭയങ്കര മ്യൂസിക്കും പാർട്ടിയും. പിന്നെ സമ്മറിൽ അല്ലെങ്കിൽ അത് ഇത്തിരി കൂടുതലായിരിക്കും, എന്നാലും നല്ല സിറ്റിയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു സ്ഥലം അങ്ങനെ അജണ്ടയൊന്നും വെച്ചിട്ടില്ല അല്ലേ? അതെ, ഇപ്പോൾ ലിവർപൂൾ വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയുള്ള സമയത്ത് ലിവർപൂളിൽ വരാം. അപ്പോൾ ലിവർപൂളിലൊന്ന് കാണാൻ രസമല്ല സിറ്റിയും. അമ്മ അവിടെ ഇങ്ങനെ പറയായിരുന്നു, ഇവിടുന്ന് ആളുകളില്ലേ. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിലും പുറത്ത് ഭയങ്കര ബഹളമൊന്നും ഫീൽ ചെയ്യാറില്ലല്ലോ. അപ്പോൾ നല്ല ആളുകളുള്ള നല്ല തിരക്കുള്ള സ്ഥലം കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. മുമ്പിൽ കണ്ടോ, അറ്റത്ത് ക്രൗഡ് കണ്ടോ, മ്യൂസിക്കും. അതെ, നല്ല ക്രൗഡഡാ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടിൽ ക്രൗഡഡാണ്. അമ്മയും ആളും മുമ്പിൽ നടക്കുന്നു. സ്ട്രീറ്റിൽ എന്തൊക്കെയോ പാർട്ടി അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കോറസ് പാടുന്നുണ്ട്, പപ്പറ്റ്സ് പാടുന്ന പോലെ വെച്ചിട്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലിവർപൂളിലെ അക്ഷയ റെസ്റ്റോറൻറ്റ്, ശ്രീലങ്കൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ. കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്ലാൻ മാറിപ്പോയി. സോ നല്ല തിരക്കായിരുന്നു എന്ന് തോന്നുന്നു. ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. അടിപൊളി ആംബിയൻസ്. എൻട്രി തന്നെ ഇംപ്രസ്ഡ്. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്തായിരുന്നു മാളു? ചില്ലി ചിക്കൻ, പിന്നെ പപ്പട ചട്നീസ് ഉണ്ട്, പ്രോൺ ചട്ടിനാട്. ഇതെന്തായിരുന്നു? മിൻറ്റ് ലൈം. അപ്പോൾ അതൊരു 3-4 ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബെറ്റർ ഓർഡർ പിക്ചർ. അപ്പോൾ ഒരു ജഗ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. രാജേഷ് ഇവിടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടേഴ്സിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചെറി ബ്ലോസം ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഫിഷ് ടാങ്ക് ഉണ്ട്. ഫൈനലി നമ്മുടെ ബിരിയാണി വന്നു. ലുക്കും സ്മെല്ലും അടിപൊളിയാണ്. എല്ലാവരും വിശന്ന് പരവശരായിട്ടിരിക്കുക. നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ചെയ്തു. അച്ഛാ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഫൈനലി നമ്മുടെ എന്താ വന്നത്? ഫൈനലി നമ്മുടെ നാടൻ ഐറ്റമായ പായസം എത്തിയിരിക്കുകയാണ്. സേമിയ പായസം വിത്ത് ഇംഗ്ലീഷ് ടച്ച്, ഒരു
സ്ട്രോബെറി അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട് മുകളിലേക്ക്. നല്ല മധുരം. എല്ലാവരും ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് അധികം ഓർഡർ ചെയ്തിട്ടില്ല. 2 പറഞ്ഞിട്ടുള്ളൂ. ഹക്കിലേക്ക് വേണം. നല്ലതാ. ഫുഡ് കഴിഞ്ഞു. ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ്. ഉള്ളിലും കുറേ സ്ഥലമുണ്ട് വലിയ ഗ്രൂപ്പിനൊക്കെ. ഈ സൈഡിലും ഉണ്ട് ഒരുപാട് സ്ഥലം. നല്ല ആംബിയൻസ് എനിക്ക് ഇഷ്ടമായി. ഭയങ്കര വലിയ റെസ്റ്റോറൻറ്റ്. ആ കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് 2 സൈഡിലും. നമ്മളിവിടുത്തെ ബസ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ടൗൺ സെൻറ്ററിലേക്ക്, സിറ്റി സെൻറ്ററിലേക്ക്. മഴ ഒന്ന് പെയ്ത് പോയെന്ന് തോന്നുന്നു നമ്മളകത്തിരിക്കണ നേരം കൊണ്ട്. ആ പൊടിയുന്നുണ്ട്. കൊട നിവർത്തു. കൊട എവിടെ? ബസ് കിട്ടി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ വരണ്ടായിരുന്നു. നമ്മൾ ചാടിക്കേറി. ബസ് ഇറങ്ങി. നല്ല മഴയുണ്ട്. മഴ വന്ന കാരണം ചെറുതായിട്ട് കൊടക്കടിക്കണം. ഇത് തുറക്ക്. മഴ വന്ന കാരണം ചെറിയ തണുപ്പ് വന്നു. അതെ, അമ്മ തൃശ്ശൂര് മഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ UK മഴ. നീ ഇവിടെ വന്നിട്ട് മഴ തന്നില്ല എന്ന് അറിയില്ല. മഴ നോക്ക്. ലിവർപൂളിലെ ലണ്ടനായി. ഇവിടെ അമ്മയ്ക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രാജു. അവിടെ എൻ്റെ ഓഫീസാണ്, ഇവിടെ ഇന്നതാണ്, ഇവിടെ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ട ലിവർപൂളിൽ നിന്ന് എഴുതിയ ഒരു സ്ഥലത്ത്. അവിടെ റേഡിയോ സിറ്റിയുടെ ടവറാണ് ബാക്കിൽ കാണുന്നത്. ഇവിടെ പുതിയൊരു അട്രാക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അപ്സൈഡ് ഡൗൺ ഹൗസ്. ഏട്ടാ അത് കയറാൻ പറ്റുമോ? അപ്പോൾ അപ്സൈഡ് ഡൗൺ ഹൗസിൽ കയറാൻ നിൽക്കുകയാണ് ഞങ്ങൾ. Guys, you 3 on this side and some of the drums. Yeah. തലകീഴായിട്ടുള്ള വീട്ടിലേക്ക് കയറി. ഫ്ലോറൊക്കെ ആക്ച്വലി കുറച്ച് ചെരിഞ്ഞിട്ടല്ലേ. അയ്യേ മാറി നിന്നു. വല്ലതൊക്കെ വരും. വായ അടച്ചിരിക്കും. അയ്യോ ഭയങ്കര വീഴാൻ പോണ പോലെ അല്ലേ. ഭൂമി കുലുക്കണ്ടോ അമ്മ? അയ്യോ ഞാൻ വീണു. ആക്ച്വലി ഫ്ലോർ കുറച്ച് ഇങ്ങനെ സ്ലോപ്പിയാണേ. എങ്ങനെയുണ്ട്? ഞങ്ങൾ തലകീഴായിട്ടുള്ള വീട്ടിൽ കയറി കുറെ ഫോട്ടോസൊക്കെ എടുത്തു. തലകീഴായിട്ട് വീട്ടിൽ കയറിയപ്പോ കുഴപ്പമില്ല, പുറത്തിറങ്ങിയപ്പോ എങ്ങനെയുണ്ട് ആളോ? അടിപൊളി, സൂപ്പർ. ആളിപ്പോ 2 കാലമിലാണോ 4 കാലമിലാണോ? ആക്ച്വലി അതിന്റെ ഉള്ളില് ഫ്ലോർ ഇങ്ങനെ കുറച്ച് സ്ലോപ്പി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കറങ്ങുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഫുൾ വേവിയാണ്, നമ്മളിപ്പോ വീഴും എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടി വീട് പുറത്തുനിന്ന് കണ്ട തല കീഴായിട്ട്. എന്താ അടുത്ത പരിപാടി? സിറ്റി എക്സ്പ്ലോർ ബസ്സിൻ്റെ അടുത്ത് പോകും. നമ്മളിനി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ട്രൈ ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഒരു സുഖമില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങാന്ന് പറയില്ലേ, ആ ഒരു അന്തരീക്ഷമാണ്. എന്താ പറയുക, വയറ് നിറയെ നല്ല ബിരിയാണിയും പായസമൊക്കെ കുടിച്ചിട്ട് നമുക്കെന്നാ അങ്ങനെ ചെയ്താലോ? പ്ലീസ്. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ഷിപ്പ് നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ.
കപ്പൽ ആക്ച്വലി എവിടുന്നോ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് അതിന് പാസഞ്ചേഴ്സൊക്കെ ശരിക്കും ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ കുറേ പേര് ലഗേജൊക്കെ എടുത്തിട്ട് പോകുന്നത് കണ്ടു. മാളുമണി കുറച്ച് റീൽസൊക്കെ ചെയ്യായിരുന്നു. നല്ല മഴയാണ്, പക്ഷേ ഡാൻസിനോടുള്ള ഒരു ഇഷ്ടം കാരണം മഴയാണെങ്കിലും മഴയത്ത് റീൽസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ വീട്ടിലേക്ക് മീൻസ് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വന്നു.